ഹായ്, എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. 2 മണിക്കൂറോളമായി ഞാൻ കിടക്കയിൽ വെറുതെ കിടക്കുന്നു. ബെഡ്ഷീറ്റ് മാറ്റി നോക്കി, കിടക്കുന്ന വശം മാറ്റി നോക്കി, ഇടത്തും വലത്തും തിരിഞ്ഞും മറിഞ്ഞും നോക്കി. രാവിലെ എഴുന്നേറ്റ സമയത്ത് മുതൽ ശരിക്ക് ഉറങ്ങിയിട്ടില്ല എന്നൊരു തോന്നൽ. പുലർച്ചെ 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് വരെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹായ്, ദിസ് സൈഡ് അനീഷ്, വെൽനസ് കോച്ച്, ന്യൂട്രീഷ്യനിസ്റ്റ്. വി ഹെൽപ്പ് പീപ്പിൾ ടു അച്ചീവ് ദർ ഫിറ്റ്നസ് ഗോൾ ആൻഡ് ഫിനാൻഷ്യൽ ഗോൾ ത്രൂ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹോളിസ്റ്റിക് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ്. ശാന്തമായ ഉറക്കം. ഇപ്പോൾ ഈ പറയപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, ഇന്ത്യയിലെ കോടിക്കണക്കിന് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറക്കം എന്നത് ഒരു കഴിവല്ല പ്രിയപ്പെട്ടവരെ. ഇറ്റ് ഈസ് നോട്ട് എ സ്കിൽ. അതൊരു ജീവിത പ്രശ്നമാണ്. അതിൻ്റെ ബയോ കെമിക്കൽ പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഭക്ഷണം, പ്രത്യേകിച്ച് അത്താഴം, രാത്രിക്കത്തെ ഡിന്നർ ശരിയല്ലെങ്കിൽ നിങ്ങൾ എത്ര ധ്യാനിച്ചാലും യോഗ ചെയ്താലും ആഴത്തിലുള്ള ഉറക്കം ഒരു കാരണവശാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഉറക്കം ഒരു കിടപ്പ് മുറിയല്ല, അത് നിങ്ങളുടെ അടുക്കളയിൽ നിന്നാണ് വരേണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ സ്വാഭാവികമായി ഉറങ്ങാൻ സഹായിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിൽ മെലറ്റോൺ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന 7 കരുത്തറ്റ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കഴിയുന്നതിലൂടെ രാത്രി പാതി വഴിയിൽ ഉറക്കം ഉണരുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ 7 കാര്യങ്ങൾ, 7 ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ രാത്രി പാതിൽ വഴിയിൽ നിങ്ങൾക്ക് ഉണരേണ്ട ഒരാവശ്യം വരില്ല എന്ന് ഉറപ്പിക്കാം. രാവിലെ നിങ്ങൾ നല്ല ഫ്രഷായിട്ട് എണീറ്റ് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ എപ്പിസോഡ് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആരോഗ്യത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ 7 ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാൻ അവസാനം വരെ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതിൽ അവസാനത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് കാണരുത്. ഉറങ്ങാൻ ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന മറ്റാർക്കെങ്കിലും നിങ്ങൾക്ക് അയച്ചു കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. ആദ്യം ഭക്ഷണവും ഉറക്കവും തമ്മിലുള്ള എന്താണ് ബന്ധമെന്നുള്ളത് നമുക്ക് നോക്കാം. ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയും, അപ്പോൾ ഉറക്കം വരും എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഉറക്കം പ്രധാനമായും 3 ഹോർമോണുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഏതാണ് ആ ഹോർമോൺ? നമ്പർ 1 മെലറ്റോൺ, അതൊരു സ്ലീപ്പ് ഹോർമോണാണ്. നമ്പർ 2 സെറട്ടോണിൻ, നിങ്ങൾക്ക് ശാന്തത ലഭിക്കാൻ, സമാധാനം ലഭിക്കാനുള്ള ഹോർമോണാണ്. 3ാമത് കോർട്ടിസോൾ. ഇത് പലപ്പോഴും ഇതിൻ്റെ അളവ് കുറവായിരിക്കും. സ്ട്രെസ്സ്, അമിതചിന്ത എന്നിവ കുറയുന്ന സമയത്ത് മാത്രമാണ് ഈ കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഈ ഹോർമോണുകൾ എവിടെ നിന്നാണ് വരുന്നത്? അവ വരുന്നത് പോഷകങ്ങളിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന്, ആഹാരങ്ങളിൽ നിന്നാണ്. എസ്പെഷ്യലി നമ്മുടെ ഡിന്നറിൽ നിന്നാണ്, അത്താഴങ്ങളിൽ നിന്നാണ്. ഈ സമയത്ത് നമ്മൾ ശരിയായ പോഷകങ്ങൾ കൊടുക്കാതിരുന്നാൽ രാത്രി നമ്മുടെ ഉറക്കം തടസ്സപ്പെടും. അപ്പോൾ നമുക്ക് ഇതിലെ ഒരു ശാസ്ത്രം കുറച്ച് രസകരമായിട്ടൊന്ന് പഠിക്കുക. 3 ഹോർമോണുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നാമത് ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന ഒരു അമിനോ ആസിഡാണിത്. ട്രിപ്റ്റോഫാൻ ആണ് സെറട്ടോണും മെലറ്റോണൊക്കെ നിർമ്മിക്കുന്നത്. നിങ്ങൾ ശരിയായി ഭക്ഷണം കഴിച്ചാൽ ഉറക്കത്തിനുള്ള ഹോർമോണുകൾ തനിയെ നിർമ്മിക്കപ്പെടും. 2ാമതാണ് മൈക്രോ ന്യൂട്രിയൻറ്റുകൾ, മഗ്നീഷ്യം, കാൽസ്യം, വിറ്റാമിനുകൾ. ഇവയിലൂടെയാണ് ഇത് ലഭിക്കുന്നത്. ഉറക്കം പ്രേരിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. ഇവ കുറഞ്ഞാൽ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം കുറയും. 3ാമതാണ് ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. രാത്രി രക്തത്തിലെ പഞ്ചസാരയിലൂടെ അളവ് പെട്ടെന്ന് കൂടിയാൽ ഇൻസുലിൻ കൂടും. പിന്നീട് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് താഴുകയും ചെയ്യും. ഇത് നമ്മുടെ പുലർച്ചെയുള്ള
3 മണി അല്ലെങ്കിൽ 2 മണിക്കൊക്കെ ഉണരാൻ വേണ്ടിയിട്ട് നമ്മൾ കാരണമാവും. അതിനാൽ രാത്രിയിൽ പോഷകാഹാരം നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അപ്പോൾ എന്താണ്ടാവും, ഹോർമോണുകളെ നമുക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ഉറക്കത്തിനെ സഹായിക്കുന്ന ആ 7 ഭക്ഷണങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്പർ 1 കിവിയാണ്. ഇതൊരു വലിയ അത്ഭുതമായി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ശാസ്ത്രീയ നിയമമനുസരിച്ച്, ശാസ്ത്രീയ കണ്ടെത്തലുകൾ അനുസരിച്ച് കിവി എന്നുള്ളത് ഒരു നാച്ചുറൽ സ്ലീപ്പ് റെഗുലേറ്ററാണ്. ഇതിൽ സെറട്ടോണിൻ നിർമ്മിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സെറട്ടോണിൻ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കിവി എന്ന് പറയുന്നത്. 2011 നടന്ന ഒരു പഠനം അനുസരിച്ചിട്ട് ഉറങ്ങുന്നതിൻ്റെ മുന്നേ കിവി കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരാനുള്ള സമയം 35% കുറയുകയും ഉറക്കത്തിൻ്റെ ദൈർഘ്യം 13% കൂടുകയും ചെയ്തു. ഉറക്കത്തിന് 1 മണിക്കൂർ മുമ്പ് ഇത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജ്യൂസ് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്, ബട്ട് അതിനെ കഷ്ണമായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയോ ഉപ്പോ ചേർക്കാൻ പാടില്ല. രണ്ടാമതാണ് ബദാം എന്ന് പറയുന്ന ആൽമണ്ട്. ഇതിൽ മഗ്നീഷ്യം ധാരാളമുണ്ട്. ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്നുണ്ട്. രാത്രിയിൽ കോർട്ടിസോള് കൂടുന്നത് ഇത് തടയും. 5-6 കുതിർത്ത ബദാം അത്താഴത്തിന് ശേഷം കഴിക്കാൻ വേണ്ടി, അഥവാ രാത്രിയിലത്തെ ഡിന്നറിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമതാണ് നേന്ത്രപ്പഴം, ബനാന. ഇതൊരു നാച്ചുറൽ മസിൽ റിലാക്സറാണ്. പൊട്ടാസ്യം, മാഗ്നീഷ്യം എന്നിവ ഇതിൽ ധാരാളമായിട്ടുണ്ട്. രാത്രിയിൽ കാലുകൾക്കും മറ്റുമുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ ഇത് കുറക്കും. ഉറങ്ങുന്നതിന് മുന്നേ 1 മണിക്കൂർ 2 മണിക്കൂറിന് മുന്നേ ഒരു ചെറിയ പഴം കഴിക്കുക. കൂടാതെ ബനാന ലീഫിൻ്റെ ടീ കിട്ടും. കുടിക്കുന്നത് നാഡികളെ ശാന്തമാക്കാൻ സഹായിക്കുന്നുണ്ട്. നാലാമതാണ് പംകിൻ സീഡ്സ് അഥവാ മത്തങ്ങ വിത്തുകൾ. ട്രിപ്റ്റോഫാൻ, സിങ്ക് എന്നിവ ഇതിൽ ധാരാളമായിട്ടുണ്ട്. മെലറ്റോണിൻ ഹോർമോൺ ശരിയായ സമയത്ത് പുറത്തുവിടാൻ സിങ്ക് സഹായിക്കുന്നുണ്ട്. ഉറങ്ങുന്നതിൻ്റെ മുന്നേ 1 ടേബിൾ സ്പൂൺ കുതിർത്തതോ വറുത്തതോ ആയ പംകിൻ സീഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 4 പറഞ്ഞു. 5 ചൂടുള്ള പാല്, വാം മിൽക്ക്. പണ്ടുള്ളവർ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, ഉറങ്ങുന്നതിൻ്റെ മുന്നേ പാല് കുടിക്കാൻ എൻ്റെ വല്യമ്മക്ക് എനിക്ക് തന്നിരുന്നു. ഉറങ്ങുന്നതിൻ്റെ മുന്നേ 1 ഗ്ലാസ് പാല്. ഇതിലെ കാൽസ്യം, മെലറ്റോണിൻ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പാലിൻ്റെ ചൂട് ശരീരത്തിൻ്റെ ഒരു സുസ്ഥിരത, സുരക്ഷിതത്വം വരുത്താൻ ബോധം നൽകുകയും ഉറക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പാല് ഇഷ്ടമല്ലെങ്കിൽ ബദാം പാലോ കശുവണ്ടി പാലോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ 6 നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഗ്രീൻ ടീ ഉണ്ടല്ലോ, പ്യുർ ഗ്രീൻ ടീ, മധുരമില്ലാതെ 1 ഗ്ലാസ് കുടിച്ചോളി. അമിത ചിന്തയും ഉത്കണ്ഠയും ആങ്സൈറ്റി ഉള്ളവർക്ക് ഇത് വളരെ വലിയ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഇതിലെ എപ്പിജൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് തലച്ചോറിനെ ശാന്തമാക്കുന്നുണ്ട്. ഉറങ്ങുന്നതിൻ്റെ ഒരു 30 to 60 മിനിറ്റ് മുമ്പ്, 1 മണിക്കൂറിൻ്റെ മുന്നേ ഈ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. സ്ലീപ്പ് റീസ്റ്റോർ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അത്താഴത്തിൽ മധുരക്കിഴങ്ങ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമായി നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അഥവാ ഷുഗർ ലെവലിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. രാത്രിയിൽ വിശപ്പ് കാരണം ഉറക്കം ഉണരുന്നത് ഇതിനെ തടയും. ഓർക്കുക, ഭക്ഷണം ഒരു മരുന്നാണ്. ജീവിതശൈലിയാണ് മരുന്ന് എന്ന് പറയുന്നത്. രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിലനിൽക്കേണ്ടവയല്ല. ഈ 7 ഭക്ഷണങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കും. സൈനിങ് ഓഫ്, അനീഷ് മുഹമ്മദ്.